ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ചക്കക്കുരു വറുത്തെടുക്കണം. ഞാനൊരു മൺകലം വെച്ച് ചക്കക്കുരു ഇതിൽ ചീനിട്ട് ഇളക്കി കൊടുക്കണം. മൺകലം തന്നെ വേണമെന്നില്ല, ഇത് പഴയ പാത്രം വെച്ച് വറുത്തെടുക്കാം. വറക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ ഇതിൽ കുറച്ച് പൂഴി ചൂടാകുമ്പോൾ ചക്കക്കുരു ചേർത്തിട്ട് ഇളക്കാം. ഉപ്പ് ചൂടാകുമ്പോൾ ചക്കക്കുരു ചേർത്ത് നിലക്കടലെല്ലാം വറക്കൂലേ, അതുപോലെ വറുത്തെടുക്കാം. ഞാനിപ്പം വെറുതെ വറുക്കുന്നതാണ്, ഒന്നും ചേർത്തില്ല. ഞാനൊരു 15 മിനിറ്റായി, അധികം തീ കത്തിച്ചിട്ടില്ല, ഇങ്ങനെ ഇളക്കുന്നത്. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വെന്തത് നോക്കലുണ്ടാ, പൊട്ടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ അടുപ്പിലിട്ടിട്ട് പച്ചക്കപ്പയെല്ലാം മുമ്പ് നല്ല തീക്കനിലിട്ടിട്ട് ചുട്ടിട്ട് പൊട്ടിക്കുമ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഇത് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ അടുപ്പത്തു നിന്ന് വാങ്ങി മാറ്റാം. ചക്കക്കുരു നന്നായി വറുത്തെടുത്തു. ഇനി ഇത് തണുക്കുമ്പോഴേക്കും ഇതിന് വേണ്ട മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കണം. തേങ്ങ ചെറുക്കണം, അതൊക്കെ റെഡിയാക്കാം. 4 അണി വെള്ളം ഞാനിവിടെ ഉരുകാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ചെറിയ പൂഴിയുണ്ട്, അല്ലെങ്കിൽ ഇത് ചെറിയ കഷ്ണാക്കി മിക്സിൻ്റെ ജാറിന് പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ചെറിയ പൂഴി ഉണ്ടെങ്കിലൊന്ന് അരച്ചിട്ടാണ് ഞാൻ പാകം വെച്ച ഇങ്ങനെ വെക്കുന്നത്. അന്നേരം അരിച്ചെടുക്കുന്നത് പോകല്ലോ. ഇത്രയും മതി. ഒരു 25 ചക്കക്കുരുവാണ് ഏകദേശമുള്ളതിന് 4 അണി വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചക്കക്കുരു തണുത്തിട്ടുണ്ട്. ഇതിൽ ഈ കരിഞ്ഞ പോലെ ചെറുങ്ങനെയുള്ളത് മാറ്റിക്കളഞ്ഞ് ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണ് കുറവായിട്ട് ഉപ്പ്, ചൂടാക്കിയ ജീരകം 1/4 ടീസ്പൂണ്, പിന്നെ ചെറിയൊരു കഷ്ണം ചുക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ 4 ഏലക്കായേൻ്റെ ഓട് കളഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. വെറും 4 എണ്ണേ ചേർത്തിട്ടുള്ളൂ. ഇത് മിക്സീൻ്റെ മീഡിയം ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. 2 പ്രാവശ്യം പൊടിച്ചെടുക്കേണ്ടി വരും. ചക്കക്കുരു പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പുഴുങ്ങലരിയില്ലേ, മട്ടയരി, അത് വറുത്ത് പൊടിച്ച് കുറച്ച് കൂട്ടുന്നത് നല്ലതാണ്. പൊടിയാനും എളുപ്പമാണ്. നല്ല ഇവിടെ പൊടിച്ചത് കുറച്ചുണ്ട്, അത് ഞാൻ വേണ്ടിക്കൽ കുറച്ച് ഉപയോഗിക്കും. അധികം ഉണ്ട വേണ്ടിക്കൽ അത് കുറച്ച് കൂട്ടും. ചിലവരെല്ലാം അതും കൂട്ടും. ഉണ്ടാക്കുമ്പോൾ കുറച്ച് പുഴുങ്ങലരി വറുത്ത് പൊടിച്ചിട്ട് അത് എല്ലാം കൂടി ഒന്നിച്ച് ചേർത്താൽ പൊടിയാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാനിവിടെ ഒരു വലിയ തേങ്ങേൻ്റെ ഒരു മുറി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ പകുതി 2 ഒന്ന് അരിച്ചു കൊണ്ടിട്ട് രണ്ടാമത്തേതും അരച്ചെടുക്കാം. ഇത് ഉണ്ടേൻ്റെ പൊടിയാണ് മുകളിൽ കുറച്ചിട്ടത്. അത് അടിഭാഗത്തിട്ടാലാണ് പൊടിക്കാൻ കുറച്ചും കൂടി എളുപ്പം. ആദ്യത്തെ പ്രാവശ്യം പൊടിച്ച് ഉരുളി അടുപ്പത്ത് വെച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരുവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുക. ഇത് വെള്ളം കുറച്ചിട്ട് ഉരുക്കിയാൽ അതാണ് കുറച്ച് കൂടുതൽ നല്ലത്. ഞാൻ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടിപ്പോയി, അപ്പം ഒഴിക്കുമ്പോൾ കുറച്ച് കൂടിപ്പോയി. ഞാൻ അളന്നൊഴിക്കൽ പൊതുവെ കുറവാണ്. എല്ലാ കാര്യവും അളക്കൽ കുറവാണ്. അതുകൊണ്ട് അങ്ങനെ കുറച്ച് സമയം ഇളക്കി കൊടുക്കാം.
മധുരമെല്ലാം പാകത്തിനുണ്ട്. ജീരകത്തിൻ്റെയും ചുക്കിൻ്റെയും നല്ല ചൊയ്യും, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ചക്കക്കുരു കൊണ്ട് റെഡിയായി. ഇനി ഇത് കുറച്ച് തണുത്തിട്ടാകുമ്പോൾ ഉരുട്ടിയെടുക്കാം. ഇത് തണുത്തിട്ടുണ്ട്. ചെറിയ ചൂടോടെ ഉരുട്ടിയെടുക്കാം. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഉരുട്ടാൻ പ്രയാസം ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യ് തടയി കൊടുത്താൽ മതി. മുഴുവൻ ഉരുട്ടിയെടുക്കാം. നമ്മുടെ ഹെൽത്തി ചക്കക്കുരു ഉണ്ടായി ഇവിടെ റെഡിയായി. നാളെ വേറൊരു പ്രത്യേക വിഭവമായി കേൾക്കാം.